എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തുണ്ടുഭൂമി കച്ചവട വിവാദം ഉയർത്തിക്കൊണ്ടു വന്നതിന് പിന്നാലെ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു അൽമായ മഹത് വ്യക്തിത്വത്തെ വലിച്ചുകീറി രംഗത്ത് വന്നിരിക്കുകയാണ് ബിനു പഴയച്ചി. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സുതാര്യത എന്ന പേരിലുള്ള ഒരു മൂവ്മെന്റ് നേതൃത്വം കൊടുക്കുവാനും കാശ് പിരിക്കുവാനുമുള്ള ബുദ്ധി കേന്ദ്രമാവട്ടെ മാവോയിസ്റ്റ് ബന്ധങ്ങളുള്ള ഒരു വൈദികൻ, എറണാകുളം അതിരൂപതക്കാരനായ സാമൂഹിക പ്രവർത്തകന്റെ വേഷമണിഞ്ഞ വൈദികന്റെ ബുദ്ധിയുമാണ്. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അട്ടിമറിക്കുവാൻ എറണാകുളത്തെ വൈദികർ കണ്ടെത്തിയ മാർഗങ്ങൾ പലതാണ്. തുണ്ടുഭൂമി വിവാദം ക്ലച്ച് പിടിക്കാതെ വ്യാജരേഖ നിർമ്മാണത്തിലൂടെ പുഴുക്കുവാൻ തുടങ്ങിയപ്പോൾ ഇമേജ് സംരക്ഷണത്തിനായി എറണാകുളത്തെ വൈദികർ വിവിധ ഗ്രൂപ്പുകളായി 42 പ്രാവശ്യം എറണാകുളത്തെ വൈദികരെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത കഞ്ചിക്കോട് 2 പെൺകുഞ്ഞുങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പാലക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത എന്ന കപട മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചത് അവരെ അവിടെ എത്തിച്ചതാവട്ടെ മറ്റൊരു വൈദികനും. ഈ വൈദികൻ ഇടപെട്ടിട്ടുള്ള കേരളത്തിലെ വിവിധ സാമൂഹ്യ വിഷയങ്ങളിലെ സമര സാന്നിധ്യത്തിലൊക്കെ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്നുള്ള വിവിധ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കയ്യിലുള്ളതാണ്. മുത്തങ്ങ ഭൂസമരം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വഞ്ചി സ്ക്വയർ സമരം, കോഴിക്കോട് വയൽക്കിളി സമരം, പെപ്സി കൊക്കക്കോള സമരം, അട്ടപ്പാടിയിലെ വിവിധ സമരങ്ങളുടെ ഭാഗമായുള്ള ഇടപെടലുകൾ, ആദിവാസി ഭൂസമര വേദികളിലെ അനാവശ്യ കൈകടത്തലുകൾ ഇവയൊക്കെയും ഉദാഹരണങ്ങളാണ്. ഇത്തരം മേഖലകളിലൊക്കെ നടന്നിട്ടുള്ള സമരത്തെ സംബന്ധിച്ചുള്ള വിവിധ ജുഡീഷ്യൽ കമ്മീഷനുകളുടെയും വിവിധ കമ്മിറ്റികളുടെയും കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെയും പഠനങ്ങളിൽ തീവ്രവാദ സാന്നിധ്യമുള്ള സംഘടനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവയൊക്കെയുമായി ഈ വൈദികന് ബന്ധമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കഞ്ചിക്കോട് കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട സമരസമിതിയുടെ ഭാഗമായി അൽമായ നേതാവിന്റെ നേതൃത്വത്തിലുള്ള കുറെ ആളുകൾ രംഗത്ത് വരുന്നത്. ആ സമരത്തിലും ചില തീവ്രവാദി ശക്തികളുടെ ഇടപെടലുണ്ട് എന്നത് സർക്കാർ കണ്ടെത്തിയിട്ടുമുണ്ട്. അത്തരം സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായി വിവിധ തീവ്രവാദ ബന്ധമുള്ള ഏജൻസികൾ എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധരുടെ പിന്നിലുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഏറെ ശക്തമായി കേരളത്തിലും ക്രൈസ്തവ സാന്നിധ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യമുള്ള ചില തൽപര കക്ഷികളുടെ ഏജന്റുമാരാണ് എറണാകുളത്തെ വിമത പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഏതാനും വൈദികരും ഏതാനും അൽമായരും. കഞ്ചിക്കോട് സമരപ്പന്തലിൽ അറിഞ്ഞും അറിയാതെയും പലരും എത്തിയിട്ടുണ്ട്. ഗുജറാത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 2 NGOകളും ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു NGOയും കൽക്കട്ടയിൽ നിന്നുമുള്ള ഒരു NGOയും ഇവരുടെ സാമ്പത്തിക സമാഹരണത്തിന്റെ ഉറവിടമാണ്. ഈ 4 സംഘടനകളുടെയും സാമ്പത്തിക ഉറവിടമാവട്ടെ ഇപ്പോൾ രാജ്യത്ത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എറണാകുളം വിമത പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഇത്തരം ആളുകൾക്ക് സാമ്പത്തികം വരുന്ന വഴി എന്നത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിശാഖപട്ടണത്ത് എത്തിക്കുകയും അവിടെ നിന്ന് ബാംഗ്ലൂർ എത്തിക്കുകയും തുടർന്ന് മൈസൂർ വഴിയും കോയമ്പത്തൂർ വഴിയും കേരളത്തിൽ എത്തിക്കുക എന്നതാണ് രീതി. അത്തരത്തിൽ 13 പ്രാവശ്യമായി ഈ അൽമായ നേതാവിന്റെ കയ്യിലേക്ക് എത്തിയത് 5,42,00,000 രൂപയാണ്. ഇത് അദ്ദേഹം ആർക്കും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കടം വീട്ടാനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കഴിഞ്ഞ 5.5 വർഷം കൊണ്ട് 18 കോടി രൂപയാണ് സീറോ മലബാർ സഭയെ തകർക്കുവാൻ ചില ഏജൻസികളിൽ നിന്നും എറണാകുളം സുനഹദോസ് വിരുദ്ധർ കൈപ്പറ്റിയിട്ടുള്ളത്. തന്റെ സ്വതസിദ്ധമായ സംസാരം കൊണ്ടും ദൂരദർശനിൽ ന്യൂസ് റീഡർ ആയിരുന്ന കാലഘട്ടത്തിൽ പഠിച്ചെടുത്തതായ ആടിനെ പട്ടിയാക്കുന്ന നുണക്കഥകൾ അവതരിപ്പിക്കുവാനുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തമായി സമ്പാദിച്ചു കഴിഞ്ഞു. എറണാകുളത്തെ വൈദികരെ മുൻനിർത്തിക്കൊണ്ട് സീറോ മലബാർ സഭയെയും കേരളത്തിലെ കത്തോലിക്ക സഭയും ഒറ്റുകൊടുത്താണ് 5,42,00,000 രൂപ അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത്. നയാ പൈസയുടെ പ്രയോജനമില്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ചാവേറാകുന്ന അനേകർ ഇത് മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്കെതിരെ സംസ്ഥാന പോലീസിനും കേന്ദ്ര ഏജൻസിക്കും ബിനു പഴയച്ചിറ പരാതി കൊടുത്തിട്ടുള്ളത്.